അങ്ങനെ ഹീറോയിന്റെ ഹസ്ബൻഡിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണ്. അതിലാണെങ്കിൽ മരിക്കുന്ന മുന്നേ അവന്റെ ബോഡിയിലാണെങ്കിൽ അവർക്ക് ഗുളിക ഓവർഡോസ് ആണെന്ന് പറയും. അതറിയുന്ന പോലീസുകാരനാണെങ്കിൽ ഹീറോയിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് ഇവളോട് നിന്റെ ഹസ്ബൻഡ് ഏതെങ്കിലും മരുന്ന് കഴിക്കാറുണ്ടോ ചോദിക്കും. അതിന് ഹീറോയിനാണെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയാണ്. അവന് മെഡിക്കലായിട്ട് ഒരു പ്രോബ്ലം ഇല്ലാന്ന് പറയും. പക്ഷെ ആ സമയത്ത് പോലീസുകാരനാണെങ്കിൽ ഇന്നലെ ഇവിടെ സ്റ്റേഷനിലേക്ക് വന്ന കാര്യം ചോദിക്കുകയാണ്. ഹീറോയിന് സത്യങ്ങളെല്ലാം പറയുന്നുണ്ടാകും. പക്ഷെ ആ സമയത്ത് ലേഡിയുടെ ഡിലീഷൻ ആണെങ്കിൽ വീണ്ടും വരികയാണ്. അതുകൊണ്ട് തന്നെ ഹീറോയിനും അത് വേറൊന്നുമല്ല, ഈ കേസ് അവിടെ വരെ എത്തിന്ന് അറിഞ്ഞിട്ട് വന്നാണെന്ന് പറയും. എന്നിട്ട് ആ ദിവസം ഹീറോയിനാണെങ്കിൽ ലേഡിയെ കുറിച്ച് കുറച്ചുകൂടെ അറിയാൻ വേണ്ടി അന്ന് കോമ്പറ്റീഷനിൽ ഇവിടെ കൂടി ഉണ്ടായിരുന്ന ലേഡിയുടെ ഫ്രണ്ടിനെ പോയി കാണുകയാണ്. പക്ഷെ ആ സമയത്ത് അവളാണെങ്കിൽ എന്തിനാണ് അവളെ പറ്റി അന്വേഷിക്കുന്നത് ചോദിക്കും. അതിന് ഹീറോയിനാണെങ്കിൽ ലേഡിയുടെ ഹസ്ബൻഡ് ഒരു ടോക്സിക് ആയിരുന്നാണെന്ന് അറിയാന്ന് പറയും. സോ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറയാണ്. പക്ഷെ ആ സമയത്തായിരിക്കും ഒരു ഷോക്കിംഗ് ആയ കാര്യം ഹീറോയിനെ അറിയാം. ആക്ച്വലി ലേഡി പറഞ്ഞ പോലെ അവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ അത്രയ്ക്ക് ടോക്സിക് ഒന്നും ആയിരിക്കില്ല, ഒരു നല്ല മനുഷ്യനാണെന്ന് പറയാണ്. പക്ഷെ ഇവൾ അങ്ങനെയല്ല, ഇവൾക്ക് ബോറടിച്ചാൽ ആരെ വേണേലും എങ്ങനെ വേണേലും പറഞ്ഞു പറ്റിക്കുന്നു പറയാണ്. അത് കേൾക്കുന്ന ഹീറോയിനാണെങ്കിൽ ആകെ കൺഫ്യൂസ് ആവാണ്. ലേഡി വീണ്ടും കാണാനായിട്ട് ശ്രമിക്കും. അറ്റ് ദ സെയിം ടൈം പോലീസ് ആണെങ്കിൽ സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ ഉള്ളവനെ എൻക്വയറി ചെയ്യുന്നുണ്ടാവും. അവനോട് ഹീറോയിനെ കുറിച്ച് ചോദിക്കാൻ. ആ സമയത്ത് അവനാണെങ്കിൽ ഇവളെ കുറിച്ച് നല്ല കാര്യങ്ങളേക്കും പറയാം. സോ അവിടെയും ഇൻസ്പെക്ടർക്ക് ഒരു ക്ലൂവും കിട്ടുന്നില്ല. ഈ സൈഡ് ഹീറോയിനാണെങ്കിൽ ടോട്ടലി കൺഫ്യൂസ് ആയിട്ട് ഡ്രിങ്ക്സ് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് ഇവളുടെ മൈൻഡിലാണെങ്കിൽ ഇവളുടെ ഹസ്ബൻഡ് എങ്ങനെ മരിച്ചിട്ടുണ്ടാവും ആലോചിക്കും. ആ ലേഡി ഇവളുടെ വീട്ടിലേക്ക് വരുന്ന പോലെയും ഇവളുടെ ഹസ്ബൻഡിനോട് സംസാരിക്കുന്ന പോലെയും കുടിക്കുന്ന ഡ്രിങ്ക്സിലാണെങ്കിൽ മയക്കുമരുന്ന് നൽകിയതെല്ലാം ആലോചിക്കും. എന്നിട്ട് ബോധം പോയി അവനെ തള്ളിവിട്ട് കൊന്നതായിട്ട് ആലോചിക്കുകയാണ്. പക്ഷെ എങ്ങനെ ഇരുന്നാലും ആ ലേഡി ഇവൾക്ക് ഹെൽപ്പ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും. സോ എന്തുകൊണ്ട് അവൾ പറയുന്ന പോലെ അവളുടെ ഹസ്ബൻഡ് കൊന്നുകൂടെന്ന് ആലോചിക്കുകയാണ്. ഇവൾക്ക് ഗിഫ്റ്റ് കിട്ടി സ്കാർഫ് എടുത്ത് കഴുത്തിലിട്ട് കണ്ണാടി മുന്നിൽ പോയി നിന്നാൽ അവിടെയാണെങ്കിൽ ഇവളുടെ റിഫ്ലക്ഷൻ ലേഡി കാണുന്നുണ്ടാവും. നെക്സ്റ്റ് പാട്ട് വേണമെങ്കിൽ അത് കമന്റ് ഈ വീഡിയോക്ക് ലൈക്കും ചെയ്യുക, പ്രീവിയസ് ചെക്ക് ചെയ്ത് നോക്കുക.